ഹലോ, നമസ്കാരം. ചൈന കാഴ്ചകൾ തുടരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് നമ്മൾ ഷങ്കായിൽ നിന്നും ബീജിങ്ങിലെത്തി ആ ദിവസത്തെ കാഴ്ചകൾ കണ്ട് ആ ദിവസം അവസാനിക്കുന്നിടത്ത് വെച്ചാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിലെ മറ്റു കാഴ്ചകളാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തെ 7 മഹാത്ഭുതങ്ങളിലൊന്നായ ചൈനീസ് വൻമതിലിൻ്റെ കാഴ്ചകളും അങ്ങോട്ടേക്കുള്ള യാത്രയിലെ രസകരമായ നിമിഷങ്ങളും ജേഡ് ഗാലറി സന്ദർശനവും തുടർന്നുള്ള ലഞ്ചും വരെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ബീജിങ്ങിലെ 2ാം ദിവസം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി എത്തിയതാണ്. ധാരാളം വിഭവങ്ങളുണ്ട്. ചൈനീസും കോണ്ടിനെൻ്റലും ഒരു മൾട്ടി കുസിൻ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ ഇതും കിട്ടും. വളരെ ഭംഗിയായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ വാങ്ങി കഴിച്ചു പോകും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ യാത്രയ്ക്കായി ഓരോരുത്തരായി ലോബിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ യാത്ര 8 മണിക്ക് ആരംഭിക്കാനാണ് ഇന്നലെ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ സമയം രാവിലെ 8 മണി. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ -1 ഇന്നലെ രാത്രിയിൽ ഈ ലോബി ഞാൻ കാണിച്ചിരുന്നു. ഇത് പകൽ സമയത്തെ കാഴ്ച. മിക്കവരും എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാസ്പോർട്ടുകൾ ഇന്നലെ ചെക്ക് ഇൻ ചെയ്യാൻ ഇവിടെ ഏൽപ്പിച്ചിരുന്നു. ഇന്നത് തിരികെ വാങ്ങണം. ഈ ചൈനയിലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും ടൂറിസ്റ്റുകളുടെ ID ആവശ്യമാണ്. ID-ആയി പാസ്പോർട്ടാണ് ആവശ്യപ്പെടുന്നത്. പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്തി മാത്രമേ മിക്ക സ്ഥലത്തേക്കും നമുക്ക് പ്രവേശനം നൽകൂ. എൻട്രി ടിക്കറ്റിനോടൊപ്പം പാസ്പോർട്ടും സ്കാൻ ചെയ്യും. ചൈനീസ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമാണ് ഈ അലങ്കാരം. നമ്മളിവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ആക്കി മാറ്റി. ന്യൂ ഇയറിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ഇൻസ്റ്റലേഷൻ. ഒരു ബ്യൂട്ടിഫുൾ ഇൻസ്റ്റലേഷൻ. ഇതാണ് ഹോട്ടലിൻ്റെ പുറം ഭാഗം. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. നമ്മൾ ആദ്യം പോകുന്നത് ബീജിങ്ങിലെ ഒരു ഹിൽ സ്റ്റേഷനായ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാനാണ്. അവിടെ തണുപ്പിൻ്റെ കാഠിന്യം കൂടും. അതുകൊണ്ട് എല്ലാവരും തെർമൽസ് അടക്കമുള്ള മൾട്ടി ലെയർ ഡ്രസ്സുകളാണ് ഇട്ടിട്ടുള്ളത്. ഈ ഹോട്ടലിൻ്റെ പേര് ഗ്രാൻഡ് ഹൈലൈറ്റ് ഇൻ്റർനാഷണൽ ആണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ. ഈ ഹോട്ടലിൽ 299 മുറികളാണുള്ളത്. കൂടാതെ ഹെൽത്ത് ക്ലബ്ബ്, സ്പാ, മസാജ് സെൻറ്റർ, ഇൻഡോർ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂൾ എന്ന് തുടങ്ങി ഒരു സ്റ്റാർ ഹോട്ടലിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. ഇവ കൂടാതെ 7 മീറ്റിംഗ് ഹാളുകളും ഈ ഹോട്ടലിലുണ്ട്. എട്ട് മണിക്ക് യാത്ര തുടങ്ങണം എന്ന് ഇന്നലെ പറഞ്ഞിരുന്നുവെങ്കിലും മുഴുവൻ ആളുകളും ഇതുവരെ ബസ്സിൽ കയറിയിട്ടില്ല. ഭൂരിഭാഗം പേരും സമയക്ലിപ്തത പാലിച്ച് ബസ്സിൽ കയറി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരെയും കാത്ത്.
കുറച്ച് സമയം വൈകിയെങ്കിലും എല്ലാവരും ബസ്സിൽ കയറി. ഇപ്പോൾ സമയം 8:46. ഗൈഡ് മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ട്. ചൈനീസ് ഭാഷയിലെ ചില വാക്കുകൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഒരു 45 മിനിറ്റ് യാത്രയുണ്ടാവും. അത്രയും സമയം നമ്മുടെ കലാകാരികളും കലാകാരന്മാരും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കും. കരാക്കെ അല്ലാത്തവ മുഴുവനായി കാണിക്കാം. കണ്ടോളൂ. പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. ഉത്രാടസന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ആപാദ ചൂടമി രാഗപരാഗം हमको मिली है आज ये घड़ियां नसीब से, जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो। लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो। पास आएंगे हम नहीं आएंगे बार बार, बाहे गले में डाल के हम रोल जार जार, आंगों से फिर ये प्यार की बरसात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो। लग जा गले കാവുകളിൽ വള്ളികളിൽ ഊയലടം തെന്നലേ തെന്നലേ, കാടുകളിൽ വള്ളികളിൽ ഊയലടും തെന്നലേ തെന്നലേ. മലയാളി പെണ്ണാണ് നീ, മലയാളി പെണ്ണാണ് നീ. കുന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ, കുന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു തോന്നണം, ശിവരാത്രി കാണണം നീ, ആലുവ ശിവരാത്രി കാണണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, ഉയരും കൊണ്ടു തുടങ്ങി നടക്കും മലയാളി പെണ്ണാണ് നീ, മലയാളി പെണ്ണാണ് നീ. വീണതറിഞ്ഞില്ല, കിളി തള്ളിയിട്ടതറിഞ്ഞില്ല, മറിഞ്ഞു വീണ
വരും നേരം നോക്കിയിരുന്നു ഞാൻ. പറഞ്ഞു വീണതറിഞ്ഞില്ല, കിളി തള്ളിയിട്ടതറിഞ്ഞില്ല. ഉള്ളിലെ യാത്രക്കാർ ആരുമൊന്നും അറിഞ്ഞില്ല. കിളി നിന്നെ കണ്ടോളാം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. കിട്ടൂല. പകരാനായി സ്നേഹദീപമേ വിളിതുണർക്കൂ. കടന നിവാരണ കഴിവിനുറവിൽ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. തുമ്പപ്പൂവയ്യാണ പൂവിലാവേ പേര് നെഞ്ച് നിറയണ പൂക്കിനാവേ. തുമ്പപ്പൂവയ്യാണ പൂവിലാവേ പേര് നെഞ്ച് നിറയണ പൂക്കിനാവേ. എത്ര നാള് കൊതിച്ചിരുന്ന് നിന്നെയേരെന്നും തേനൂറും പൂവാണെന്ന്. നിന്നെയേരെന്നും തേനൂറും പൂവാണെന്ന്. പുഞ്ചിരി ബാലുകോ. വളരെ പഴയൊരു പാട്ടാണ്. മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. എഴുതിയ മിഴികളെ ജാലക തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ. ജാലക തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ. തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ. തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ. സുറുമയെഴുതിയ മിഴികളെ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ. ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ.
നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. താങ്ക് യു വെരി മച്ച്. നമ്മളിപ്പോൾ ലൊക്കേഷനിലെത്തി. ഒരു മലമ്പ്രദേശം, ഒരു കുന്നിൻ മുകളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടം വാഹന പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ നിന്നാൽ തന്നെ ആ അത്ഭുത കാഴ്ച കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇത് എൻ്റെ യാത്രയിലെ രണ്ടാമത്തെ ലോകമഹാത്ഭുത കാഴ്ചയാണ്. ആദ്യം കണ്ടത് നമ്മുടെ തന്നെ സ്വന്തമായ താജ്മഹലാണ്. പിന്നെ കാണുന്നത് ഇതാണ്. ഇടയ്ക്ക് ഇറ്റലിയിൽ പോയിരുന്നു എങ്കിലും കൊളോസിയം മിസ്സായി. അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ദുഃഖം ഇപ്പോഴും ഉണ്ട്. ടൂറിസ്റ്റുകൾ നന്നേ കുറവാണ് ഇവിടെ ഇപ്പോൾ. വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ആളുകൾ പല പല പോസുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇതാണ് എൻട്രൻസ്. അകത്ത് കടന്നാൽ വിശാലമായ ഒരു ഓപ്പൺ യാർഡ്. ചുറ്റിലും സോവനീറുകൾ വിൽക്കുന്ന കടകൾ, മുറ്റത്തിരിക്കാനായി ഇരിപ്പിടങ്ങൾ. ആ കാണുന്നതാണ് പാസിലേക്കുള്ള ആദ്യ ലെവൽ എൻട്രി. അവിടെ നിന്ന് മുകളിലേക്ക് പല പല എൻട്രി പോയിന്റുകളുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നിങ്ങനെ. ലെവൽ 5 വരെ നമുക്ക് കയറാൻ കഴിയും. പക്ഷെ അത്രയും ദൂരമൊന്നും മിക്ക ടൂറിസ്റ്റുകളും കയറാറില്ല. കാരണം കുത്തനെയുള്ള കയറ്റവും സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുമായതിനാൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും അവിടെ. ലെവൽ 3 വരെയാണ് സാധാരണ ടൂറിസ്റ്റുകൾ കയറാറുള്ളത്. നമുക്ക് ഏതുവരെ കയറാൻ കഴിയുമെന്ന് നോക്കാം. ഇവിടമാണ് ലെവൽ 1. ഇവിടെ നിന്നും കയറ്റം ആരംഭിക്കും. ഇതൊരു മൗണ്ടൻ പാസ്സാണ്. ജിയോങ് ഗ്വാൻ എന്നാണ് ഇതിൻ്റെ പേര്. ഗ്വാൻ എന്നാൽ ചൈനീസ് ഭാഷയിൽ മൗണ്ടൻ പാസ് എന്നാണ് അർത്ഥം. ബീജിങ്ങിൽ നിന്നും 50 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ചൈനയിലെ ചാങ്പിങ് എന്ന ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലമാണ് ഇവിടം. 18 കിലോമീറ്റർ നീളമുള്ള ഒരു വാലിയിൽ പണിതിട്ടുള്ള ഗ്രേറ്റ് വാളിൻ്റെ ഭാഗമാണ് ഇവിടം. മിങ് രാജവംശകാലത്താണ് ഈ മതിൽ പണിതത്. മംഗോളിയയിൽ നിന്നും ബീജിങ്ങിലേക്ക് പുരാതന കാലത്തുണ്ടായിരുന്ന 3 പാസുകളിൽപ്പെട്ട ഒന്നാണ് ജുവാങ് പാസ്. ഡവോമയും സിഞ്ചിങ്ങുമാണ് മറ്റു 2 പാസുകൾ. പാസുകൾ എന്നാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കടക്കുന്നതിനുള്ള ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ് എന്നാണ് അർത്ഥം. നമ്മുടെ ലഡാക്കിലും മറ്റും ഇതുപോലുള്ള മൗണ്ടൻ പാസുകളുണ്ട്. നമ്മൾ ചിത്രങ്ങളിൽ ഈ ഗ്രേറ്റ് വാൾ കാണുമ്പോൾ അത് വീതി കുറഞ്ഞൊരു കോട്ടയായി മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ഇതാണ് യഥാർത്ഥ വീതി. ശരാശരി 5 മീറ്റർ ഉണ്ട്. ആ കാണുന്നത് ലെവൽ 2 ആണ്. അതിനു മുകളിൽ ലെവൽ 3. ലെവൽ 3യിൽ എത്താൻ തന്നെ ഒരു 1.5 മണിക്കൂർ വേണ്ടിവരും. ഞാൻ എന്തായാലും ലെവൽ 2 വരെ മാത്രമേ കയറാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളിൽ ആരൊക്കെ അതിന് മുകളിൽ കയറുമെന്ന് നോക്കാം. കാർഡിയാക് ഇഷ്യൂ ഉള്ളവർ ലെവൽ 2ന് മുകളിൽ കയറരുതെന്ന് വാണിംഗ് ഉണ്ട്. മുകളിലേക്ക് കയറും തോറും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരും. മുകളിലേക്ക് കയറാൻ മുഴുവൻ ഭാഗത്തും സ്റ്റെപ്പുകളല്ല ഉള്ളത്. നിരപ്പായ സ്ഥലങ്ങളും ഉണ്ട്. ആശ്വാസം. ഇത് സത്യത്തിലൊരു കോട്ടമതിലാണ്. ശത്രുക്കളുടെ ആക്രമണം തടയുന്നതിന് പുരാതന രാജാക്കന്മാരും ഭരണാധികാരികളും പണിത ഒരു കോട്ട. ഇതുപോലെ ഓരോ ലെവലിലും ഓരോ യാർഡുണ്ടാവും. ഇവിടെ ചുറ്റിലുമുള്ള പാരപ്പറ്റുകളിൽ ടെലസ്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ പുതിയ കാലത്തെ സംവിധാനങ്ങളാണ്.
കുറച്ചധികം കോട്ടകൾ ചേർന്നുള്ളതാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്നറിയപ്പെടുന്നത്. പുരാതന ചൈനയുടെ വടക്കൻ അതിരിൽ കിഴക്ക് പടിഞ്ഞാറായി റാ ആകൃതിയിലുള്ള ഒരു നിർമ്മിതി. മംഗോളിയൻ നോമാഡ്സിന്റെ ആക്രമണം ചെറുക്കുന്നതിന് BC 7-ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട ആദ്യമായി നിർമ്മിച്ചു തുടങ്ങിയത്. അന്ന് ഇന്ന് കാണുന്ന തരത്തിലായിരുന്നില്ല കോട്ട നിർമ്മിച്ചിരുന്നത്. മണ്ണും മരവും ചെറു കല്ലുകളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആ കോട്ട. നിർമ്മാണ വസ്തുക്കൾക്ക് മാറ്റമുണ്ടെങ്കിലും കോട്ടയുടെ രൂപകൽപ്പനയിൽ വലിയ മാറ്റമൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. ഈ സ്റ്റെപ്പുകളുടെ ഉയരം കണ്ടോ? ഒരു 1-1.5 അടി ഉയരം ഉണ്ടാവും ഈ സ്റ്റെപ്പിന്. ഇതാണ് ഈ ട്രക്കിങ്ങിലെ ഒരു ടാസ്ക്. ഇനി കാണുന്ന വാളുകളിൽ കൂടുതലും പണിതത് AD 1368 മുതൽ 1644 വരെ ഇവിടെ ഭരിച്ചിരുന്ന മിങ് രാജവംശകാലത്താണ്. പല കാലത്തായി പണിത് കൂട്ടിച്ചേർത്ത ഈ മതിലിന് 21,196.18 കിലോമീറ്റർ നീളമുണ്ട്. ഇത് ഒരൊറ്റ നീളത്തിലുള്ള മതിലല്ല, പല പല ഉപമതിലുകൾ അടങ്ങിയതാണ് ഈ നീളം. ഏകദേശം 2000-ത്തിലധികം വർഷമെടുത്താണ് ഈ ഫോർട്ട് നിർമ്മാണം ഇന്നീ കാണുന്ന നിലയിലായത്. ആദ്യകാലത്ത് ഇത് പണിതത് മണ്ണും മറ്റും ഉപയോഗിച്ചാണെന്ന് പറഞ്ഞല്ലോ. പിന്നീട് മിങ് രാജവംശകാലത്ത് നിർമ്മിക്കാൻ ഇഷ്ടികകളും ഷേപ്പ് ചെയ്ത കല്ലുകളുമാണ് ഉപയോഗിച്ചത്. ഈ മതിലിൻ്റെ മുഴുവൻ ഭാഗവും ഇഷ്ടിക ഉപയോഗിച്ചല്ല നിർമ്മിച്ചിരിക്കുന്നത്. പുറം ഭാഗത്ത് പല ലെയറുകളിലായി ഇഷ്ടികയും ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിക്കുകയും ഉൾഭാഗത്ത് മണ്ണും ചരലും ഇഷ്ടികപ്പൊടിയും ഗ്രാവലും ഒക്കെ ചേർന്ന മിശ്രിതം നിറച്ചുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തെ ഇഷ്ടികകൾ ചേർത്ത് നിർത്തുന്നതിന് സ്റ്റിക്കി റൈസ് മോട്ടോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റിക്കി റൈസ് മോട്ടോർ എന്നാൽ നമ്മുടെ കുമ്മായവും സ്റ്റിക്കി റൈസിൻ്റെ കഞ്ഞിവെള്ളവും ചേർത്തുണ്ടാക്കുന്ന ഒരു മോട്ടറാണ്. ഈ മതിലിൻ്റെ പ്രധാന ഭാഗം തുടങ്ങുന്നത് കിഴക്ക് ലിയാഡോങ്ങിൽ ആണ്. പടിഞ്ഞാറ് അവസാനിക്കുന്നത് ലോപ്പ് ലേക്ക് എന്ന സ്ഥലത്തും. ഇതിൻ്റെ എൻജിനീയറിംഗിലേക്ക് കടന്നാൽ ഇതിൻ്റെ ബേസ് വിഡ്ത്ത് ശരാശരി 6.5 മീറ്ററാണ്. മുകളിലത്തെ വീതി ശരാശരി 5 മീറ്ററും ഉണ്ട്. അതായത് ഈ മതിലിൻ്റെ മുകളിലുള്ള ഭാഗം ഒരു 2-വേ ലൈൻ റോഡിൻ്റെ വീതിയിലാണെന്ന് പറയാം. ഈ മതിലിൻ്റെ ശരാശരി ഉയരം 9 മീറ്ററാണ്. ഇപ്പോൾ ഈ കോട്ടയുടെ ചില ഭാഗങ്ങൾ പൊളിഞ്ഞ നിലയിലാണുള്ളത്. ചില ഭാഗങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ബഹിരാകാശത്തു നിന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ കാണാൻ കഴിയുന്ന ഏക ദൃശ്യമാണ് ഈ ഗ്രേറ്റ് വാൾ. ചന്ദ്രനിൽ നിന്നും ഈ മതിൽ ഒരു നേർരേഖ പോലെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞു എന്നാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2007 പുതുക്കിയ 7 ലോകമഹാത്ഭുതങ്ങളിൽ ഈ നിർമ്മിതിയും ഉണ്ട്. ഈ കോട്ട മലമുകളിൽ മാത്രം പണിത ഒന്നല്ല. പല പല നദികളുടെ മുകളിലൂടെയും സമതലങ്ങളിലൂടെയും ഈ കോട്ട കടന്നു പോകുന്നുണ്ട്. നദികളിൽ പ്രധാനമായി ചൈനയിലെ പ്രധാന നദിയായ യെല്ലോ റിവർ ഇത് ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ വാളിൽ പണിതിട്ടുള്ള പാരപ്പറ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇരുവശങ്ങളിലുള്ള പാരപ്പറ്റുകൾ 2 ഹൈറ്റിലാണ് പണിതിട്ടുള്ളത്. താഴ്ച കൂടിയ ഭാഗത്തെ പാരപ്പറ്റ് താഴ്ച കുറഞ്ഞ ഭാഗത്തേക്കാൾ ഉയർന്നതാണ്. ഇങ്ങനെ തന്നെയാണ് ഈ കോട്ടയിൽ ഉടനീളമുള്ള പാരപ്പറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മോടൊപ്പമുള്ള കുറച്ചുപേർ മുകളിലേക്ക് പോയിട്ടുണ്ട് ലെവൽ 3-ലെത്താൻ. ഞങ്ങൾ തിരികെ ഇറങ്ങുന്നു. വഴിയിൽ സോവനീർ വിൽക്കുന്ന ആളുകൾ നമ്മെ വിളിക്കുന്നുണ്ട്. ഇതൊരു ക്ഷേത്രമായിരുന്നു എന്ന് തോന്നുന്നു. ഒരു ബുദ്ധക്ഷേത്രം പോലുണ്ട്. താഴെ ഒരു റോഡ് കാണാം. അതിന് താഴെയായി ഒരു പാർക്കിംഗ് ഏരിയയും കാണുന്നുണ്ട്. ലെവൽ 5-ൽ നിന്ന് ഇറങ്ങി ലെവൽ 4, ലെവൽ 3, പിന്നെ നമ്മൾ നിന്ന് ലെവൽ 2, പിന്നെ താഴെയുള്ള ലെവൽ 1 കഴിഞ്ഞുള്ള മറുവശത്തുള്ള കോട്ടയാണ് കാണുന്നത്. ഇത് ഇങ്ങനെയാണ്. മലകൾ കയറിയും താഴ്വാരത്തിറങ്ങിയും അങ്ങ് നീണ്ടുപോകും. അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുത്തിരിക്കുന്നു. ഇതൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്.
ഇത് പഴയ കാലത്തെ പീരങ്കിയാണ്. ഈ കോട്ടയുടെ ചുറ്റിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ടൂറിസം പർപ്പസിനായി പുതിയ കാലത്ത് സ്ഥാപിച്ചതാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ നിൽക്കുന്ന പാസ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. ഈ പാസിലേക്ക് നമ്മൾ കയറിയതല്ലാതെ മറ്റൊരു വഴി കൂടിയുണ്ട്. അതായത് ഇവിടേക്ക് 2 സബ് പാസുകളുണ്ട്. അതിൽ തെക്ക് ഭാഗത്തുള്ള സബ് പാസ് വഴിയാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ആ തെക്ക് ഭാഗത്തുള്ള സബ് പാസിനെ നാൻ എന്നും വടക്ക് ഭാഗത്തുള്ള മറ്റേ സബ് പാസിനെ ബാഡിലിംഗ് എന്നും പറയും. ആ കാണുന്ന ഗേറ്റിനെ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്രോസിംഗ് സ്ട്രീറ്റ് ടവർ എന്നും അതിന് പേരുണ്ട്. വൈറ്റ് മാർബിളിൽ പണിതിട്ടുള്ള ആ ഗേറ്റിന് മുകളിലായി 3 പഗോഡകൾ ഉണ്ടായിരുന്നു. രാജവംശങ്ങൾ മാറുന്നതിനനുസരിച്ച് വിശ്വാസങ്ങളും മാറും. അതിൻ്റെ ഫലമായി അതിൻ്റെ മുകളിലുണ്ടായിരുന്ന പഗോഡകൾ നശിപ്പിക്കപ്പെട്ടു. കാഴ്ചകൾ കണ്ട് തിരികെ പോകാനായി ബസ് പാർക്ക് ചെയ്തിരുന്നിടത്തെത്തി. നമ്മോടൊപ്പമുള്ള മിസ്റ്റർ മാത്യു ഡാനിയൽ വിശദീകരിക്കുന്നത് കേട്ടോളൂ. ഇദ്ദേഹം VSSCയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ്. ഹായ് എവരി വൺ. നമുക്ക് ഇപ്പം ചുറ്റി കാണുന്നത് കംപ്ലീറ്റ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ ചില പോർഷൻസാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റെപ്സ് മേലോട്ട് കയറുന്നത് കാണാൻ പറ്റും. ഇപ്പം ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് BC 7-ാം നൂറ്റാണ്ട് തൊട്ട് AD 17ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയാണ് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അന്നത്തെ കാലത്തെ എംപറേഴ്സ് അവരുടെ നൊമാഡിക് ഇൻവേഷൻസ് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത ഒരു കൺസ്ട്രക്ഷനാണ് ഇത്. അപ്പം ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 to 7 മീറ്റർ ഹൈറ്റ് വരെ ആണ് ഒരു ആ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മീൻസ് വാൾ ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് 27,400 കിലോമീറ്റർ എന്നാണ് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് അന്നത്തെ കാലത്ത് ഇത് ബാക്കിയുള്ള എനിമീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതൊരു ഫോർട്ട് പോലെ പല ഏരിയയിലും നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹൈറ്റ് തൊട്ട് വലിയ ഹൈറ്റ് വരെ, ആ ഹൈറ്റിൻ്റെ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1.5 ഫീറ്റ് വരെയുള്ള ഹൈറ്റുള്ള സ്റ്റെപ്പുകളുണ്ട്. അപ്പം കയറാൻ കുറച്ച് ടീഡിയസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ആക്ച്വലി നമ്മൾ ഒരു ലെവൽ 3 വരെ ഞങ്ങളത് പോയി. ലെവൽ 3യുടെ ഹൈറ്റ് ഓക്കെ നമുക്കത് നോക്കിയെങ്കിൽ അത് പറയാൻ പറ്റത്തുള്ളൂ. ലെവൽ 3 ഒരു നല്ല ഹൈറ്റ് തന്നെ ആയിരുന്നു. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് വി സ്പെൻഡ് ഓൾമോസ്റ്റ് 1.5 hour മുകളിൽ പോയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ നല്ലൊരു സൈറ്റാണിത്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം അറൗണ്ട് 4 ഡിഗ്രിയാണ്, 4 to 7 ഡിഗ്രി. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യത്തില്ല, കാരണം ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. മൊത്തം എല്ലാ രീതിയിലും നല്ല ഒരു സൈറ്റ് സീയിങ് സ്പോട്ടാണ് നമ്മൾ. കോട്ട കണ്ട ശേഷം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ജേഡ് ഗാലറിയിലാണ്. ഡെയ് ജേഡ് ഗാലറി, അതാണ് ഇതിൻ്റെ പേര്. നമ്മൾ ചൈനയിൽ വന്നാൽ ബീജിംഗ് സന്ദർശിക്കുന്നുവെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ഇത്തരം സ്ഥലങ്ങളെ നമ്മുടെ ഐറ്റിനറിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതാണ് ഇവിടുത്തെ നിയമം. ഇവിടെ മാത്രമല്ല, ചൈനയിലെ ഏത് ഭാഗത്ത് സഞ്ചരിച്ചാലും അവിടെല്ലാം ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ട്. അവയെല്ലാം നമ്മൾ കണ്ടിരിക്കുകയും വേണം. നമ്മൾ ഷങ്കായിലും ഇതുപോലൊരു സിൽക്ക് ഗാലറി കണ്ടിരുന്നു. നമ്മൾ ഷങ്കായിലെ ബുദ്ധ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അവിടുത്തെ ബുദ്ധ പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത് ജേഡ് കൊണ്ടാണെന്നും നമ്മൾ ഈ യാത്രയിൽ ഒരു ജേഡ് ഫാക്ടറി സന്ദർശിക്കുന്നുണ്ട് എന്നും അവിടെ എത്തുമ്പോൾ ജേഡിനെ കുറിച്ച് വിശദീകരിക്കാമെന്നും. ആ ജേഡ് ഗാലറിയാണിത്. പുറത്തു തന്നെ നമ്മളെ സ്വീകരിക്കാൻ ഒരു പ്രതിനിധി നിൽപ്പുണ്ട്. ഇവരാണ് ഇനി ജേഡിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. പേര് റീത്ത. നമ്മുടെ ഇന്നത്തെ ലഞ്ചും ഇതിനുള്ളിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ്. പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇത് ജേഡിൽ ഉണ്ടാക്കിയ ഒരു ഷിപ്പ് മാതൃകയാണ്. ഡ്രാഗൺ ഷിപ്പ് എന്നാണ് ഇതിനിട്ടിരിക്കുന്ന പേര്. ഈ ജേഡ് എന്ന് പറയുന്നത് ഒരുതരം സ്റ്റോണാണ്.
മാർബിൾ പോലുള്ളതും എന്നാൽ അതിനേക്കാൾ കാഠിന്യമുള്ളതുമായ പാറ. പൊതുവെ ഇത് പച്ച നിറത്തിലാണ് കാണുക. ക്വാളിറ്റി മാറുന്നതനുസരിച്ച് ഈ പച്ച കളറിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഏറ്റവും നല്ല ജേഡ് കടും പച്ച നിറത്തിലാണ് കാണുന്നത്. ഇതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ പ്രകാരം 2 തരം ജേഡുകളുണ്ട്, ജെയ്ഡൈറ്റും നഫ്രൈറ്റും. ഇതിൽ ജെയ്ഡൈറ്റിന് കാഠിന്യം കൂടുതലും കടും പച്ച നിറവുമാണുള്ളത്. നഫ്രൈറ്റിന് ജെയ്ഡൈറ്റിൻ്റെ അത്ര കാഠിന്യം ഇല്ല, നിറവും കുറവായിരിക്കും. ഇങ്ങനെയാണ് ജേഡ് കാർവ് ചെയ്ത് രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. വളരെ സൂക്ഷ്മതയും ക്ഷമയും ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണിതെന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും. ജെയ്ഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് റിത വിശദീകരിക്കുന്നത് ഒന്ന് കേട്ടോളൂ. From the mountain, the deeper of the underground. So the jade, they absorb the different minerals, and then they change in different colors. And also remember, wear the jade is also good for health. When you wear it, the jade touch with your skin. Your body will absorb the minerals from the jade. It's good for health. And also at the same time, the jade absorb the body oil, the water from your skin, and then the jade will change. They will become more translucent, more bright. So in China we say, the jade keeps the person keeps the jade. Yes. And especially the jadeite. Now after the time you wear it, the color on it still change. It will become darker and bigger. So after the color change, the value is getting higher also. So the jadeite is more valuable. And also got the value for collection. The value getting higher and higher also. So that's jadeite. And other jade, you see the multicolor like this. The different color on one piece. You can see the even color like this. Only one color on one piece. Yeah, that is all the natural, original colors. This color is natural? Natural, natural. This is also the natural color, original color. And also, when we carve the jade, വളരെ വില കൂടിയ ഒരു സ്റ്റോണാണ് ജാഡൈറ്റ്. ഇതിൻ്റെ ലഭ്യത കുറവാണ് ഈ വില വർധനയ്ക്ക് കാരണം. പിന്നെ ഇത് വിശ്വാസവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മിക്ക ബുദ്ധപ്രതിമകളും നിർമ്മിച്ചിട്ടുള്ളത് ഈ ജൈഡൈറ്റ് കൊണ്ടാണ്. അതിന് പുറത്ത് മെറ്റൽ കവർ ചെയ്തതാണ് നമ്മൾ കാണുന്ന മിക്ക പ്രതിമയും. ലോഹ ആവരണമില്ലാത്തൊരു പ്രതിമ നമ്മൾ ഷങ്കായിലെ ബുദ്ധക്ഷേത്രത്തിൽ കണ്ടിരുന്നു. ജേഡൈറ്റിനെ അപേക്ഷിച്ച് നഫ്രൈറ്റിന് കുറച്ചുകൂടെ ലഭ്യത ഉള്ളത് കാരണം വില താരതമ്യേന കുറവാണ്. ഇതാണ് കൂടുതലായും കാർവിംഗ് വർക്കിന് ഉപയോഗിക്കുന്നത്. ജേഡൈറ്റ് കൂടുതലും ആഭരണങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള പല സ്കൾപ്ചറുകളും ജേഡ് കൊണ്ടുണ്ടാക്കിയവയല്ല. ജേഡ് കൊണ്ടുണ്ടാക്കിയവയാണെങ്കിൽ പച്ച നിറത്തിലാവും കാണുക.
show you is the animals here. Now this animal in China is very famous. Now, he's very famous. Dragon. This animal in Chinese is named the Pishu. Tissue. Pishu. Pishu is the son of the dragon, the baby dragon. This Pishu likes eat, so always open the mouth. But the Pishu only eats money. Only money. Not cabbage, not fruit, only money. Only money. So we call it the money dragon also. So the Pishu, if you own it and you're his master, he will bring the fortune to you. So Pishu is a fortune animals. Now if you do business, you can have it in your office. Anyone to work. കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായി കുറച്ച് അന്ധവിശ്വാസങ്ങളും നമ്മളിൽ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ. വൻ വിലയാണ് ഈ ജേഡ് കൊണ്ടുണ്ടാക്കിയ എന്തിനും. ഏറ്റവും ചെറിയ ഒരു പീസിന് പോലും നല്ല ക്വാളിറ്റി ജേഡാണെങ്കിൽ $50,000 വിലയുണ്ട്. എന്നാൽ ഒരു ചെറിയ ക്വാളിറ്റി കുറഞ്ഞ പീസിന് $100 കിട്ടും. അപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏകദേശം $10,000 വിലയായി. പല ആഭരണങ്ങളും ഈ ജേഡ് കൊണ്ടുണ്ടാക്കി ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അവ നമ്മെക്കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അത് വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ജേഡ് ഗാലറിയിൽ നിന്ന് നേരെ വന്നത് ലഞ്ചിനുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. ജേഡ് ഗാലറിയോട് അനുബന്ധിച്ചുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ചൈനീസ് ഡിഷസാണ് ഇന്നത്തെ ലഞ്ച്. അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ലഞ്ച് കഴിഞ്ഞുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരെയും ഗുഡ് ബൈ.